നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ഡയപ്പർ, സാനിറ്ററി നാപ്കിൻ ഉൾപ്പെടെ മുഴുവൻ ഖരമാലിന്യങ്ങളും സംസ്കരിക്കാനുള്ള പ്ലാന്റുകൾ 5 മാസത്തിനകം ആരംഭിക്കുമെന്ന് മന്ത്രി MP രാജേഷ്. ഷൊർണൂർ നഗരസഭയുടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചു. ശുചിത്വ നഗരത്തിൽ മലിനജല പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇത് നിർണായക ചുവടുവയ്പ്. മണ്ണൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന OP ഉടൻ ആരംഭിക്കണമെന്ന് മുസ്ലിം ലീഗ്. ഡോക്ടറെ കണ്ടെത്തി ആഴ്ചകൾ കഴിഞ്ഞിട്ടും OP ആരംഭിക്കാത്തത് വലിയ വീഴ്ച. ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് മുന്നറിയിപ്പ്. ഷൊർണൂരിൽ തെരുവ് നായ്ക്കൾ പെരുകുന്നു. സർക്കാർ ആശുപത്രി നായ്ക്കളുടെ താവളമായി. ബസ് സ്റ്റാൻഡ് പരിസരത്തും മാർക്കറ്റിലും തെരുവ് നായ്ക്കൾ ജനങ്ങൾക്ക് ഭീഷണിയാകുന്നതായി പരാതി. വാണിയംകുളത്തെ അമിത വേഗതയിലെത്തിയ പിക്കപ്പ് വാൻ ഇടിച്ച് ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകനായ യുവാവിന് ഗുരുതര പരിക്ക്. തലയ്ക്ക് പരിക്കേറ്റ ഷൊർണൂർ മോഡൽ ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകൻ രാജൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. അപകടം നടന്നയുടൻ പിക്കപ്പ് വാൻ ഡ്രൈവർ ഇറങ്ങിയോടി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്തെ ഡയപ്പർ, സാനിറ്ററി നാപ്കിൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ഖരമാലിന്യങ്ങളും സംസ്കരിക്കാനുള്ള പ്ലാന്റുകൾ 5 മാസത്തിനകം ആരംഭിക്കുമെന്ന് മന്ത്രി MP രാജേഷ്. ഷൊർണൂർ നഗരസഭയുടെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തെ മുഴുവൻ ശുചിത്വപൂർണ്ണമാക്കുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയുടെയും ശുചിത്വ മിഷന്റെയും 1,10,00,000 രൂപ ഫണ്ട് വിനിയോഗിച്ചാണ് നഗരസഭയുടെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഷൊർണൂർ ബസ് സ്റ്റാൻഡിനകത്ത് നിർമ്മിച്ച പ്ലാന്റിൽ പ്രതിദിനം 25,000 ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കാൻ കഴിയും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ഡയപ്പർ, സാനിറ്ററി നാപ്കിൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ഖരമാലിന്യങ്ങളും സംസ്കരിക്കാനുള്ള പ്ലാന്റുകൾ 5 മാസത്തിനകം ആരംഭിക്കുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ദ്രവമാലിന്യം, കക്കൂസ് മാലിന്യം എന്നിവ സംസ്കരിക്കാനുള്ള പ്ലാന്റുകൾ സ്ഥാപിക്കുകയാണ് സർക്കാരിന്റെ അടുത്ത ലക്ഷ്യം. ഇത്തരം പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് ജനങ്ങൾ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മൾ 2 കൊല്ലമായിട്ട് ശ്രമിക്കുകയാണ്. ആകെ 4-5 സ്ഥലത്തേ വന്നുള്ളൂ. അതുകൊണ്ട് ഇനി സർക്കാർ തന്നെ നേരിട്ട് സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി പ്ലാന്റ് ആരംഭിക്കും. ഒരു ദിവസം 100 ടൺ ഡയപ്പറും സാനിറ്ററി വേസ്റ്റും സംസ്കരിക്കാനുള്ള സൗകര്യം കേരളത്തിലുണ്ട്. അത്ര ഇപ്പോൾ ആവശ്യമുള്ളൂ. ഭാവിയിൽ ആവശ്യം കൂടുകയാണെങ്കിൽ ഇതിന്റെ കപ്പാസിറ്റി കൂട്ടും. പിന്നെ പ്ലാസ്റ്റിക് മലിന മാലിന്യങ്ങൾ ഇപ്പം 600 ടണ്ണാണ് കേരളത്തിൽ ഉണ്ടാവുന്നത്. അതിന് 240 ടൺ ഇപ്പം സംസ്കരിക്കാൻ RDF ആക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ കുറവുണ്ട്. അതുകൂടി ചേർത്ത് 720 ടൺ ഒരു ദിവസം RDF ആക്കി മാറ്റാൻ ആവശ്യമായ 6 പ്ലാന്റുകൾ 4 മാസം കൊണ്ട് വരും. മാലിന്യം വലിച്ചെറിയുന്ന കാര്യത്തിൽ ജനങ്ങളുടെ മനോഭാവം ഇനിയും മാറ്റേണ്ടതുണ്ട്. മാലിന്യമുക്ത നവകേരളം പദ്ധതി ഉൾപ്പെടെ സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിവിധ സംവിധാനങ്ങൾ ഒരുക്കി മുന്നോട്ട് വന്നതിന്റെ ഫലമായി കേരളത്തിലെ മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ശുചിത്വം കേരളത്തിന്റെ അജണ്ടയായി മാറിയെന്നും സർക്കാർ വന്നതിന് ശേഷം 32 പുതിയ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളും 7 കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റുകളും സ്ഥാപിക്കാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. സ്വച്ഛ് സർവേഷനിൽ മികച്ച നേട്ടം കൈവരിക്കുന്നതിന് പ്രയത്നിച്ച നഗരസഭയിലെ വിവിധ ജീവനക്കാരെ ചടങ്ങിൽ മന്ത്രി അനുമോദിച്ചു. ES കൃഷ്ണൻ എഴുതിയ ഷൊർണൂർ ഇന്ന് പുസ്തകത്തിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. ചടങ്ങിൽ P മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PS രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ P സിന്ധു, സ്ഥിരം സമിതി അധ്യക്ഷനായ ST മുകുന്ദൻ, V ഫാത്തിമത്ത്, ഫർസാന, K കൃഷ്ണകുമാർ, P ജിഷ, KM ലക്ഷ്മണൻ, ശ്രീകല രാജൻ, K ഗോപിനാഥൻ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ G വരുൺ, EP ഷൈനി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മാലിന്യ സംസ്കരണത്തിലും മലിനജല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ഷൊർണൂർ നഗരസഭ ഒരു ചുവടുകൂടി മുന്നോട്ട്. പുതിയ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിച്ചതോടെ നഗരത്തിലെ മലിനജല പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുകയാണ്. ഷൊർണൂർ നഗരസഭ വികസനപാതയിൽ മറ്റൊരു നാഴികക്കല്ലുകൂടി പിന്നിട്ടിരിക്കുകയാണ്. നഗരസഭ ബസ് സ്റ്റാൻഡിൽ പുതിയ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിച്ചതോടെയാണിത്. ഇത്തരത്തിൽ ശുചിത്വത്തിന്റെ കാര്യത്തിൽ നഗരസഭ ഒരു ചുവടുകൂടി മുന്നോട്ടു പോവുകയാണ്. നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ശൗചാലയം, റോഡുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള മലിനജലത്തിന് ശാശ്വത പരിഹാരമാവുകയാണ്. മഴക്കാല സമയത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും റോഡുകളിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുകുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പരാതികൾക്കും പ്ലാന്റ് നിർമ്മിച്ചതോടെ പരിഹാരമാകും. ഷൊർണൂർ നഗരം കേന്ദ്രീകരിച്ച് 1600ഓളം വ്യാപാര സ്ഥാപനങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടങ്ങളിൽ നിന്നുള്ള മലിനജലം പ്ലാന്റിലേക്ക് പൈപ്പ് മാർഗം എത്തിക്കാവുന്ന വിധത്തിലാണ്
സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. പ്ലാന്റിന് സമീപത്തുനിന്ന് അകലെ സ്ഥിതി ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മലിനജലം ടാങ്കറിൽ ശേഖരിച്ച് പ്ലാന്റിൽ എത്തിക്കും. ശുചീകരിക്കുന്ന ജലം അഴുക്കുചാലിലൂടെ ഒഴുക്കിവിടും. കൃഷിക്കോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ പ്ലാന്റിൽ നിന്നും ശുദ്ധീകരിച്ച ജലം എടുക്കാനും സൗകര്യമൊരുക്കും. ന്യൂസ് സെന്റർ ഷൊർണൂർ. വാണിയംകുളത്തെ അമിത വേഗതയിലെത്തിയ പിക്കപ്പ് വാൻ ഇടിച്ച് ഡ്രൈവിംഗ് സ്കൂൾ പരിശീലനായ യുവാവിന് ഗുരുതര പരിക്ക്. ഷൊർണൂർ മോഡൽ ഡ്രൈവിംഗ് സ്കൂളിലെ പരിശീലകനായ കളത്തിൽത്തൊടി രാജനാണ് തലയ്ക്ക് സാരമായി പരിക്കേറ്റത്. പരിശീലനത്തിനായി പോകുന്നതിനിടെ വാണിയംകുളം ബാങ്കിന് സമീപത്തെ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച ശേഷം റോഡിലേക്ക് ഇറങ്ങുന്നതിനിടയിലാണ് അമിത വേഗതയിലെത്തിയ പിക്കപ്പ് വാൻ രാജനെ ഇടിച്ചത്. പിക്കപ്പിനുള്ളിലുണ്ടായിരുന്ന ഡ്രൈവർ ഇറങ്ങിയോടി. യുവാവിനെ ഇടിച്ച പിക്കപ്പ് വാഹനം തൊട്ടടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് നിന്നത്. ഇലക്ട്രിക് പോസ്റ്റ് മുറിഞ്ഞു. രാവിലെ 6 മണിയോടെയാണ് സംഭവം. രാജനെ ആദ്യം വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന OP ഉടൻ ആരംഭിക്കണമെന്ന് മുസ്ലിം ലീഗ്. ഇന്റർവ്യൂ നടത്തി ഡോക്ടറെ കണ്ടെത്തി ആഴ്ചകൾ കഴിഞ്ഞെങ്കിലും ഇനിയും OP പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞില്ലെന്ന് മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ VM അൻവർ സാദിഖ് പറഞ്ഞു. നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ആരംഭിക്കുമെന്നും അൻവർ സാദിഖ് മുന്നറിയിപ്പ് നൽകി. പനിയുമായി ബന്ധപ്പെട്ട് എത്തുന്നവർക്ക് ഉച്ചവരെ 2 ഡോക്ടറുടെ സേവനം ലഭ്യമാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ചികിത്സിക്കാൻ സ്വകാര്യ ആശുപത്രികളെ സമീപിക്കേണ്ട അവസ്ഥയാണ്. സായാഹ്ന OPക്ക് ഇന്റർവ്യൂ നടത്തി ഡോക്ടറെ കണ്ടെത്തി ആഴ്ചകൾ കഴിഞ്ഞെങ്കിലും ഇനിയും OP പ്രവർത്തിക്കാനായില്ലെന്നും VM അൻവർ സാദിഖ് കുറ്റപ്പെടുത്തി. 8 മണി മുതൽ രോഗികൾ ഹോസ്പിറ്റലിന് മുന്നിൽ വന്നിരിക്കുകയാണ്. ഡോക്ടർമാർ എത്തുമ്പോൾ തന്നെ 9:30 10 മണിയാവുന്നുണ്ട്. 1 മണിയാവുമ്പോഴേക്കും അവരുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് അവർ പോവുകയും ചെയ്യുമ്പോൾ പിന്നീട് ഹോസ്പിറ്റലിൽ ആരുമില്ലാത്ത ഒരു അവസ്ഥയാണ്. ഫാർമസിയിലാണെങ്കിൽ മരുന്നില്ലാതെ ജനങ്ങൾ വലയുകയാണ്. ഒരു മരുന്നും അവിടെ കിട്ടാനില്ല. എത്രയും വേഗം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ അനാസ്ഥ പരിഹരിച്ച് OP എത്രയും വേഗം തുടങ്ങാനുള്ള നടപടികൾ സ്വീകരിക്കണം. ആരോഗ്യ കേന്ദ്രത്തിൽ വേണ്ടത്ര മരുന്നുകൾ എത്തിക്കുക, ഡോക്ടർമാർ സമയനിഷ്ഠത പാലിക്കുക, ജീവനക്കാർ കൃത്യസമയം വരെ ഡ്യൂട്ടി ചെയ്യുക എന്നീ ആവശ്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചു. ഇക്കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടെന്നും നടപടിയുണ്ടായില്ലെങ്കിൽ ആശുപത്രിക്ക് മുന്നിൽ സമരം ആരംഭിക്കുമെന്നും പഞ്ചായത്ത് അംഗം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂരിൽ തെരുവ് നായ്ക്കൾ പെരുകുന്നു. ഗവൺമെൻറ് ആശുപത്രി നായ്ക്കളുടെ വിഹാര കേന്ദ്രമായതോടെ ചികിത്സ തേടിയെത്തുന്നവരും പരിസരവാസികളും ഭീതിയിലാണ്. നഗരത്തിലെ മാർക്കറ്റിലും ബസ് സ്റ്റാൻഡിലുമെല്ലാം ഉൾപ്പെടെ തെരുവ് നായ്ക്കൾ അലഞ്ഞു തിരിയുന്നുണ്ട്. ഒറ്റപ്പാലത്തെ ABC കേന്ദ്രത്തിൽ വന്ധ്യംകരണത്തിന് വിധേയമാക്കിയ നിരവധി നായ്ക്കളെ ഷൊർണൂരിൽ തുറന്നുവിട്ടതായി അടുത്തിടെ ഒരാരോപണം ഉയർന്നിരുന്നു. ഇത് ശരിവെക്കും വിധമാണ് നഗരത്തിൽ നായ്ക്കളുടെ വ്യാപനം. നഗരത്തിലും സർക്കാർ ആശുപത്രി വളപ്പിലും വിലസുന്ന തെരുവ് നായ്ക്കളിൽ പല പ്രായക്കാരുമുണ്ട്. ചെറു ശുനകന്മാർ മുതൽ വൃദ്ധശ്വാനന്മാർ വരെ. നായ്ക്കൾ പെരുകിയതോടെ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തുന്ന രോഗികളും ജീവനക്കാരും പരിസരവാസികളുമെല്ലാം വലിയ ഭീതിയിലാണ്. OP ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിന് സമീപവും വിവിധ കെട്ടിടങ്ങൾക്കരികിലും നായ്ക്കൾ തന്നെ നായ്ക്കൾ. പേവിഷബാധ സംബന്ധിച്ച വാർത്തകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ നായ്ക്കൾ നിറഞ്ഞ നഗരത്തിൽ എത്തുന്നവർക്ക് ഉള്ളിൽ ഒരാളലാണ്. നഗരസഭാ ബസ് സ്റ്റാൻഡ് മാർക്കറ്റിലെ നായ്ക്കൂട്ടം പൊതുവെ ശാന്തരായാണ് അറിയപ്പെടുന്നതെങ്കിലും എപ്പോഴാണിവ വർഗസ്വഭാവം പ്രകടിപ്പിക്കുകയെന്ന് ഉറപ്പിക്കാനാകില്ല. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും കൊച്ചി പാലം പരിസരത്തുമുള്ള തെരുവ് നായ്ക്കൾ അക്രമകാരികളാണെന്ന് പറയപ്പെടുന്നു. ഈ ഭാഗങ്ങളിൽ ചില യാത്രക്കാർക്കു നേരെ ചെറിയ രീതിയിലുള്ള ആക്രമണം സമീപ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. തെരുവുനായ പ്രശ്നം ഭരണാധികാരികളെയും വല്ലാത്ത പ്രതിസന്ധിയിലാണ് അകപ്പെടുത്തുന്നത്. നായ്ക്കളെ നശിപ്പിക്കാൻ നിയമങ്ങൾ തടസ്സമായി നിൽക്കുമ്പോൾ പുനരധിവാസം എന്ന മാർഗം മാത്രമാണ് വഴി. നായ്ക്കളുടെ എണ്ണം കുറച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച അനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി ദയനീയ പരാജയമായി. പേവിഷബാധയുൾപ്പെടെയുള്ള രോഗബാധിതരായ തെരുവ് നായ്ക്കൾക്ക് ദയാവധമെന്ന ആശയവുമായി അതിൻ്റെ സാധ്യതകൾ തേടി മുന്നോട്ടു പോവുകയാണ് സംസ്ഥാന സർക്കാർ. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇക്കാര്യത്തിൽ ഫലപ്രദമായ എന്തെങ്കിലും ചുവടുവെപ്പ് നടത്താനാകൂ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോടായി പുളിന്തര കരിയങ്കോട് റോഡിൽ അപകടം പതിയിരിക്കുന്നു. റോഡിന് കുറുകെയുള്ള കലുങ്കിനു മുകളിലെ കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണതോടെയാണിത്.
ഒരാഴ്ച കഴിഞ്ഞിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. കോട്ടായി റോഡിന് കുറുകെയുള്ള കലുങ്കിനു മുകളിലെ കോൺക്രീറ്റ് സ്ലാബാണ് തകർന്നു വീണത്. ഇതേ തുടർന്ന് പുളിന്തറ കരിയങ്കോട് റോഡിൽ അപകടം പതിയിരിക്കുന്ന അവസ്ഥയായി. PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടുത്ത കാലത്താണ് റോഡ് നിർമ്മിച്ചത്. ബസ് റൂട്ടുള്ള റോഡാണിത്. സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ സർവീസ് നടത്തുന്ന പാതയാണ്. കോൺക്രീറ്റ് സ്ലാബ് തകർന്നതിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. സ്ലാബിന്റെ മറുവശത്തു കൂടിയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. ഭാരം മുഴുവനും ഒരു വശത്തായാൽ ആ ഭാഗവും തകരുമെന്നും അങ്ങനെ വന്നാൽ ഇതുവഴി ഗതാഗതം നിലയ്ക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നും നാട്ടുകാർ പറയുന്നു. സ്ലാബ് തകർന്നിട്ട് ഒരാഴ്ചയായിട്ടും ബന്ധപ്പെട്ട അധികൃതർ എത്തി അറ്റകുറ്റപ്പണിക്ക് നിർദ്ദേശം നൽകാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേളശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സഹായത്തോടുകൂടി നിർമ്മിച്ച സോളാർ പദ്ധതി പ്രവർത്തനം തുടങ്ങി. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. നമ്മുടെ മുണ്ടൂർ പഞ്ചായത്തിൽ ഇപ്പോൾ റിട്ടയർ ജീവിതം നയിക്കുന്ന നമ്മുടെ ശ്രീ അജിത്ത് മാതൃഭൂമിയുടെ എല്ലാ വാർത്തകളും ഇതുപോലെയുള്ള വാർത്തകളൊക്കെ തന്നെ ജനങ്ങളിലെത്തിക്കുന്ന അദ്ദേഹം ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കോങ്ങാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് അതിൻ്റെ കപ്പാസിറ്റിയുടെ കാര്യമൊന്നും എനിക്ക് കൃത്യമായ ഓർമ്മയില്ല. 60 KV എന്തായാലും 10 ലക്ഷത്തിൽ കുറയാത്ത സംഖ്യ, അതിനൊരു ജനറേറ്റർ അവിടെ ലഭ്യമായി. ചടങ്ങിൽ കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷാജിദ, രാമചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നന്ദിനി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലത, ഡോക്ടർ രാജൻ എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ AK സുരേഷ് സ്വാഗതവും രമ മുരളി നന്ദിയും പറഞ്ഞു. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ പ്രതിനിധി അജിത്ത്, മറ്റു ജനപ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. NCP മണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിന സന്ദേശമടങ്ങിയ ലഘുലേഖകൾ വിതരണം ചെയ്തു. ലഘുലേഖ പ്രകാശനവും വിതരണോദ്ഘാടനവും മണ്ണൂർ രാജകുമാരണ്ണി മാസ്റ്റർ നിർവഹിച്ചു. മണ്ണൂർ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും വീടുകൾ സന്ദർശിച്ചാണ് ലഘുലേഖ വിതരണം നടത്തിയത്. ലഘുലേഖയുടെ വിതരണോദ്ഘാടനവും പ്രകാശനകർമ്മവും മണ്ണൂർ രാജകുമാരണ്ണി മാസ്റ്റർ നിർവഹിച്ചു. NCP മണ്ഡലം വർക്കിംഗ് പ്രസിഡന്റ് V ഹരിദാസിനെ നൽകിക്കൊണ്ടാണ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത്. സ്വാതന്ത്ര്യദിന സന്ദേശം എല്ലാ വീടുകളിലേക്കും എത്തിക്കാൻ, സ്വാതന്ത്ര്യദിനത്തിൻ്റെ പ്രത്യേകതകൾ, സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയതിൻ്റെ ആവശ്യം എന്നുള്ളതും ആ സ്വാതന്ത്ര്യം എങ്ങനെ പരിരക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം. ജില്ലാ സെക്രട്ടറി SJN നജീബ്, P വിനോദ്, NS ഹംസ, KS നിയാസ്, KS ജുനു എന്നിവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ മുഴുവൻ വീടുകളിലും ലഘുലേഖ വിതരണം നടത്തും. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ഷൊർണൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി മിൽക്ക് ഡേ ആഘോഷം സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപിക വിനീത ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകരമായ ഭക്ഷണശീലം കുട്ടികളിൽ രൂപപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് മിൽക്ക് ഡേ ആഘോഷം സംഘടിപ്പിച്ചത്. പാലിൻ്റെ പോഷക ഗുണങ്ങളെക്കുറിച്ചുള്ള ലഘുവായ വിവരണത്തോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ അധ്യാപകർ പാലിൻ്റെ പ്രധാന ഗുണങ്ങൾ വിശദീകരിച്ചു. പരിപാടി ആസ്വാദ്യമാക്കാൻ നിരവധി ആക്ടിവിറ്റികളും സംഘടിപ്പിച്ചു. വിവിധതരം പാൽ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, പാലിൻ്റെയും പാലുൽപ്പന്നങ്ങളുടെയും ഗുണങ്ങളെക്കുറിച്ചുള്ള ചാർട്ട് പ്രദർശനം, പാലിൽ നിറങ്ങൾ ചേർത്തുകൊണ്ടുള്ള വിസ്മയകരമായ പരീക്ഷണം തുടങ്ങിയവ നടന്നു. റോൾ പ്ലേ ആക്ടിവിറ്റികൾ, ചിത്രരചന എന്നിവ ആഘോഷത്തിന് നിറവും ഊർജവും പകർന്നു. കുട്ടികൾ ഏറെ ആഹ്ലാദത്തോടെയാണ് പരിപാടികൾ ആസ്വദിച്ചത്. കൊച്ചുകുട്ടികളെ സംബന്ധിച്ച് ആഘോഷം ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ വളർത്തുന്നതിനും പ്രകൃതിയോടും മൃഗങ്ങളോടുമുള്ള കൃതജ്ഞതയും സ്നേഹവും പുലർത്തുന്നതിനുള്ള ചുവടുവെപ്പുമായി മാറി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി ഭക്തി പ്രഭാഷണം നടന്നു. വാവന്നൂർ ശ്രീപതി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ സ്മിത ദാസ് പ്രഭാഷണം നടത്തി. കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിൽ ഞായറാഴ്ചകളിൽ ഭക്തിപ്രഭാഷണം നടത്തി വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് ഈ ഞായറാഴ്ച വാവന്നൂർ ശ്രീപതി ആർട്സ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ സ്മിത ദാസ് പ്രഭാഷണം നടത്തിയത്. ഭാരതത്തിന്റെ ധർമ്മസംഹിത എന്താണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇങ്ങനെ നമ്മുടെ മൂല്യങ്ങളെ നശിപ്പിക്കാൻ ഒരുപ്പെടുന്ന ഒരു വിഭാഗത്തിനോട് നമുക്ക് എതിരിട്ട് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ അവരുടെ കൂടെ കൂടി ചേരുകയാണ് ചെയ്യാം. ഞങ്ങളുടെ
സംഭവിക്കാം. നമുക്കിതിനെ എതിർത്ത് നിൽക്കാനുള്ള ഒരു കഴിവില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ഉള്ളിൽ നമ്മൾ പെട്ടുപോകും. അപ്പൊ സനാതന മൂല്യങ്ങളെ കുറിച്ച്, ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ച് സാധാരണ ജനങ്ങളെ ഓർമ്മിപ്പിക്കുക എന്നതാണ് ഇതിഹാസങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ഉദ്ദേശം. ക്ഷേത്രത്തിൽ ഗൂഡല്ലൂർ ബ്രദേഴ്സ് സ്പോൺസർ ചെയ്ത ലഘുഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. കർക്കിടക മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയായ ഓഗസ്റ്റ് 10 ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും വിശേഷ പൂജകളും ഉണ്ടായിരിക്കും. വെള്ളിനേഴി VTB കോളേജ് പ്രിൻസിപ്പാൾ നാരായണൻ നമ്പൂതിരി ഭക്തി പ്രഭാഷണം നടത്തും. ആനയൂട്ട്, ഭജനമണ്ഡപത്തിൽ പ്രസാദഊട്ട് എന്നിവയും നടക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. SJM സുന്നി ജമാഅത്തുൽ മുഅല്ലമീൻ തൃശൂർ ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് 5 ചൊവ്വാഴ്ച വെട്ടിക്കാട്ടിരി കേന്ദ്ര ജുമാ മസ്ജിദ് കോൺവെന്റ് KHM ഹാളിൽ സംഘടിപ്പിക്കും. രാവിലെ 7:30 മുതൽ വൈകിട്ട് 4:30 വരെയാണ് പരിപാടി. സമ്മേളനത്തിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി സമസ്തയുടെ പോഷക സംഘടനകൾ വ്യത്യസ്തമായും വിപുലമായ പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമസ്തയുടെ കീഴ്ഘടകങ്ങളിൽ അധ്യാപകരെ പ്രതിനിധാനം ചെയ്യുന്ന SJM സുന്നി ജമഅത്തുൽ മുഅല്ലമീൻ തൃശൂർ ജില്ലാ സമ്മേളനം ചൊവ്വാഴ്ച രാവിലെ 7:30 മുതൽ വൈകിട്ട് 4:30 വരെ വെട്ടിക്കാട്ടിരി കേന്ദ്ര ജുമാ മസ്ജിദ് കോൺവെന്റ് KHM ഹാളിൽ സംഘടിപ്പിക്കും. അധ്യാപക രംഗത്തെ മികവും കാലികതയും സാധ്യമാകുന്ന വിവിധ ട്രെയിനിംഗ് സെഷനുകൾ, മഹല്ല് മദ്രസ തലങ്ങളിൽ ജനകീയ പങ്കാളിത്തത്തോടെ ലഹരിമുക്ത മഹല്ലുകളും ഗ്രാമങ്ങളും സൃഷ്ടിക്കാൻ പര്യായമായ കോച്ചിംഗ് ക്ലാസുകൾ എന്നിവ നടക്കും. രാവിലെ ഉദ്ഘാടന സമ്മേളനം സമസ്ത തൃശൂർ ജില്ലാ പ്രസിഡന്റ് മൊയ്തീൻകുട്ടി മുസ്ലിയാർ താഴപ്ര നിർവഹിക്കും. കൂടാതെ മറ്റു വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ സംബന്ധിക്കും. സമ്മേളനത്തിന്റെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമസ്ത സാധ്യമാക്കിയ വിദ്യാഭ്യാസ വിപ്ലവം എന്നീ പല സെഷനുകളും നടക്കും. സമസ്ത തൃശൂർ ജില്ലാ പ്രസിഡന്റ് താഴപ്ര മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യുന്ന മഹത്തായ സമ്മേളനം സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി സുലൈമാൻ സഖാഫി കുഞ്ഞുകുളം, സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി PSK മൊയ്തുബാക്രി മാടവന, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, AR എക്സൈസ് തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ഗിനീഷ് AR എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ K അബ്ബാസ് മുസ്ലിയാർ, M ഹുസൈൻ സഖാഫി, MM അബ്ദുൽ ലത്തീഫ് സഖാഫി, CM അബൂബക്കർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ ഡയപ്പർ, സാനിറ്ററി നാപ്കിൻ ഉൾപ്പെടെ മുഴുവൻ ഖരമാലിന്യങ്ങളും സംസ്കരിക്കാനുള്ള പ്ലാന്റുകൾ 5 മാസത്തിനകം ആരംഭിക്കുമെന്ന് മന്ത്രി MP രാജേഷ്. ഷൊർണൂർ നഗരസഭയുടെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചു. ശുചിത്വ നഗരത്തിൽ മലിനജല പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇത് നിർണായക ചുവടുവയ്പ്. മണ്ണൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന OP ഉടൻ ആരംഭിക്കണമെന്ന് മുസ്ലിം ലീഗ്. ഡോക്ടറെ കണ്ടെത്തി ആഴ്ചകൾ കഴിഞ്ഞിട്ടും OP ആരംഭിക്കാത്തത് വലിയ വീഴ്ച. ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് മുന്നറിയിപ്പ്. ഷൊർണൂരിൽ തെരുവ് നായ്ക്കൾ പെരുകുന്നു. സർക്കാർ ആശുപത്രി നായ്ക്കളുടെ താവളമായി. ബസ് സ്റ്റാൻഡ് പരിസരത്തും മാർക്കറ്റിലും തെരുവ് നായ്ക്കൾ ജനങ്ങൾക്ക് ഭീഷണിയാകുന്നതായി പരാതി. വാണിയംകുളത്തെ അമിത വേഗതയിലെത്തിയ പിക്കപ്പ് വാൻ ഇടിച്ച് ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകനായ യുവാവിന് ഗുരുതര പരിക്ക്. തലയ്ക്ക് പരിക്കേറ്റ ഷൊർണൂർ മോഡൽ ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകൻ രാജൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. അപകടം നടന്നയുടൻ പിക്കപ്പ് വാൻ ഡ്രൈവർ ഇറങ്ങിയോടി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.